ഞങ്ങൾക്ക് RTA കിട്ടിയ ഒരു സമ്മാനത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സമ്മാനം. സോ ഇത് ഞാൻ തുറന്ന് കാണിക്കാം. സോ പ്രീമിയം കസ്റ്റമർ എന്ന് എഴുതിയിട്ടുണ്ട്, RTA എന്ന് വന്നതാണ്. ഇനി ഇത് തുറന്നാൽ ഇതേപോലെ our premium customer, thanks for trusting RTA, we are always committed to excel in serving you. അതാണ് മെസ്സേജ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു പാംഫ്ലെറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹവ് ജസ്റ്റ് റിസീവ്ഡ് യുവർ പ്രീമിയം കാർഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു RTA കാർഡ് ഉണ്ട്. ഇവിടെ ഒരു RTA കാർഡ്, ഇതൊരു നോൾ കാർഡാണ്. ഇതൊരു പ്രീമിയം കസ്റ്റമറിനുള്ളൊരു നോൾ കാർഡാണ്. ഇതാ ഇങ്ങനെ വരും. സോ ഈ ഒരു രണ്ട് സംഭവമാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ദുബായിൽ ഇല്ലാത്തവർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ നോൾ കാർഡ്, ഇതിന്റെ പ്രത്യേകത എന്താന്ന് വിചാരിക്കുന്നുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ആദ്യമായിട്ട് ദുബായിൽ വരുന്നവർക്കും വേണ്ടിയിട്ട് പറയാം. നോൾ കാർഡ് എന്ന് വെച്ചാൽ ദുബായിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, അത് ഏതും ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, മെട്രോ ആയിക്കോട്ടെ, ട്രാം ഓർ അബ്ര എന്തോ ആയിക്കോട്ടെ, നമുക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാർഡ് മസ്റ്റ് ആണ്. സോ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് മേടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് മെട്രോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു കാർഡ് കിട്ടും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൾ കാർഡ്സ് ഉണ്ട്. സിൽവർ കളറിലുണ്ട്, ഗോൾഡ് കളറിലുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടിയത് ബ്ലാക്ക് കളറിലുള്ള പ്രീമിയം കാർഡാണ്. ആൻഡ് ഓരോന്നിനും അതിൻ്റെതായ പ്രിവിലേജസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പോയി എടുക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ സിൽവർ നോൾ കാർഡാണ്. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം. നമ്മളിപ്പോൾ നാട്ടിലെ ബസ്സിൽ പോകുന്ന സമയത്ത് കണ്ടക്ടർക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതെങ്കിൽ ദുബായിൽ ബസ്സിൽ കയറിയാൽ ഇതുപോലത്തെ ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീനിൽ ഈ ഒരു നോൾ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്യണം. നമ്മൾ ഏത് സ്റ്റോപ്പിൽ നിന്നാണോ കയറുന്നത്, കയറുമ്പോൾ സ്വൈപ്പ് ചെയ്ത് കയറുക. എന്നിട്ട് നമ്മൾ ജേർണി എവിടെയാണോ തീരുന്നത് അവിടെ വീണ്ടും നമ്മൾ സ്വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോവുക. അപ്പോൾ ആ കാർഡിലുള്ള പൈസയിൽ നിന്നാണ് നമ്മുടെ ജേർണിയുടെ ഫെയർ ഡിഡക്റ്റ് ചെയ്യുന്നത്. സോ അതാണ് നോൾ കാർഡിന്റെ പേർപ്പസ്. സോ ഒരു നോൾ കാർഡ് മേടിക്കാൻ എനിക്ക് തോന്നുന്നു 25 dirhams ആണ്. അതിൽ 20 dirhams നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 19 dirhams. കൃത്യമായിട്ട് എത്രയാന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഒരു നോൾ കാർഡിന് എത്രയാന്നുള്ളത്. ഈ ഒരു നോൾ കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 years ആണ് കേട്ടോ. നിങ്ങൾ ഒരു നോൾ കാർഡ് ഇന്ന് ഒരു മെട്രോ സ്റ്റേഷനിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മുതൽ 5 years ആയിരിക്കും അതിന്റെ വാലിഡിറ്റി. പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി മാത്രമല്ല, പബ്ലിക് പാർക്കിംഗ് സോൺസിലും നമുക്ക് ഈ നോൾ കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാം. അതായത് പല സ്ഥലത്തും ദുബായിൽ പെയ്ഡ് പാർക്കിംഗ് ആണ്. പുറത്തൊക്കെ ബിൽഡിങ്ങിന്റെ പുറത്തൊക്കെ ചിലപ്പോൾ പെയ്ഡ് പാർക്കിങ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോ മണിക്കൂറിനും അതിന് പൈസ ഉണ്ട്. ആ പൈസ അടച്ചിട്ട് വേണം നിങ്ങൾ പുറത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയൊക്കെ പേയ്മെന്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ നോൾ കാർഡ് യൂസ് ചെയ്യാം. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ദർഹത്തിനും നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാനും പറ്റും. സോ ഇതൊക്കെയാണ് നോൾ കാർഡിനെ പറ്റിയുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ. ആരെങ്കിലും ദുബായിൽ ആദ്യമായിട്ട് വരികയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. ഇനി coming back to our premium card, so one of the benefits is priority in obtaining services through face-to-face channels. നമുക്കിപ്പം എന്തൊരു സാധനത്തിന്റെയും പ്രീമിയം വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് കൂടുതലാണ് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വെഹിക്കിളിന്റെ ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ സെന്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പ്രീമിയം സർവീസസ് കിട്ടും. തേർഡ് വൺ എന്ന് പറയുന്നത് നോൾ ട്രാവൽ ആൻഡ് നോൾ പ്ലസ് ലോയൽറ്റി പ്രോഗ്രാമിന്റെ എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്സ് ആൻഡ് ഓഫേഴ്സിന് നമ്മൾ എലിജിബിൾ ആണ്. സോ ഞങ്ങൾക്ക് ഈ കാർഡ് എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയണ്ടേ. നമ്മൾ ഈ RTAയുടെ സർവേ ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അങ്ങനെ ഒരു റെഗുലർ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്സ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് ഞങ്ങൾക്ക് ഈ കാർഡ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും ഇനി RTAയുടെ സർവേ ഒക്കെ വരുമ്പോൾ ഒന്ന് ഫിൽ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കിന് ഇൻപുട്സ് കൂടി കൊടുക്കാം കേട്ടോ. ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. 2024 September 9 ദുബായ് മെട്രോ അതിൻ്റെ 15th anniversary സെലിബ്രേറ്റ് ചെയ്തത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയ ഒരു സ്പെഷ്യൽ എഡിഷൻ നോൾ കാർഡാണിത്. ഇത് കണ്ടപ്പോൾ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയ ഈ കാർഡ് ഞങ്ങൾ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. സോ നോൾ പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്നാണോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് അന്ന് മുതൽ 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി. ആൻഡ് ഇതിൽ ഓൾറെഡി ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ബ്രോഷറിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നോൾ കാർഡിൻ്റെ ബാക്കിൽ നമ്മുടെ പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.